നമസ്കാരം. പാർട്ടി സമ്മേളനമൊക്കെ കഴിഞ്ഞു. സമ്മേളനത്തിൻ്റെ അലയൊലികൾ തീർന്നിട്ടില്ല. എങ്കിലും ചിലതുകൂടി ബാക്കിയുണ്ട്. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗത്വം നിഷേധിക്കപ്പെട്ട പി ജയരാജൻ വൈകാതെ പാർട്ടിയിലെ സജീവ പ്രവർത്തനം ഉപേക്ഷിക്കുമോ? ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുമോ? പി ജയരാജൻ രാഷ്ട്രീയ വനവാസത്തിലേക്കെന്ന് പറയാൻ സമയമായോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുൻപിലുണ്ട്. പി ജയരാജൻ രാഷ്ട്രീയ വനവാസത്തിലേക്കെന്നുള്ള സൂചനകൾ വരുന്നു എന്ന് പറയുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗത്വം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പി ജയരാജൻ. വൈകാതെ തന്നെ അദ്ദേഹം പാർട്ടിയിലെ ഈ സജീവ പ്രവർത്തനമൊക്കെ ഉപേക്ഷിക്കുമെന്നും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനമടക്കം രാജിവെക്കും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തനിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയുടെ സെക്രട്ടറിയായിട്ടുള്ള പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദനുമാണ് എന്ന് പി ജയരാജൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ CPM-ൻ്റെ തേരാളികളോട് എതിർക്കാൻ ഇനി പി ജയരാജന് മനസ്സില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടങ്ങുന്ന കണ്ണൂരിലെ ഈ ഔദ്യോഗിക വിഭാഗം വളരെ ആസൂത്രിതമായി നടത്തിയ നീക്കമാണ് പി ജയരാജനെ ഒഴിവാക്കിയത് എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു. പി ജയരാജനെ പരിഗണിക്കാതെ പാർട്ടിക്കുള്ളിൽ ജൂനിയറായ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ MV ജയരാജനെ പുതുതായി ഉൾപ്പെടുത്തുകയും പാർട്ടിയെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച പി ജയരാജനെയും സെക്രട്ടേറിയറ്റിൽ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. എന്തൊരു അനീതിയാണിത്! കാലങ്ങളായി പി ജയരാജനോടുള്ള പിണറായിയുടെ വിരോധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിന് ജയരാജന് വിനയായി മാറിയത് എന്നുള്ളതാണ്. പ്രായപരിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരിക്കലും പി ജയരാജന് പാർട്ടിയുടെ മേൽഘടകങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യവും സമ്മേളനത്തോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. ഇനി വനവാസമാണ്. അതാണ് അഭയസ്ഥാനം. സംസ്ഥാന കമ്മിറ്റിയിലെ തന്നെ വളരെ സീനിയർ നേതാവാണ് പി ജയരാജൻ. ആ പി ജയരാജനെ അവസാന ടേമെന്ന പരിഗണന നൽകി ഇക്കുറി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം തന്നെ ഉയർന്നുവെങ്കിലും അവയൊക്കെ വളരെ കൃത്യമായി അവഗണിക്കുകയായിരുന്നു. വ്യക്തിപൂജയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് ഒതുക്കപ്പെട്ട പി ജയരാജനോടുള്ള അപ്രിയം അതിതുവരെ പിണറായി വിജയന് മാറിയില്ല എന്നതിൻ്റെ തെളിവായാണ് അവസാന ടൈമിലെങ്കിലും പരിഗണിക്കപ്പെടണമെന്ന ആവശ്യം, പാർട്ടിക്കാരുടെ ആവശ്യം അടക്കം നടപ്പാക്കാതെ പോയത് എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ അത് പുറത്തു വരുന്നത്. കാരണം 72 വയസ്സ് പിന്നിട്ട പി ജയരാജനെ സംസ്ഥാന കമ്മിറ്റി അംഗമായി നിലനിർത്തിയിട്ടുണ്ട് എങ്കിലും ഇനി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്താൻ സാധ്യത തന്നെ തീരെയില്ല. PK ശ്രീമതിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് 75 വയസ്സ് പിന്നിട്ടതിനാൽ ഒഴിവാക്കപ്പെട്ട കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു നേതാവ്. PK ശ്രീമതിയുടെ ഒഴിവിലേക്ക് ഖാദി ബോർഡ് വൈസ് ചെയർമാനായ പി ജയരാജനെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവസാനം വെട്ടിനിരത്തി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ടുള്ള P ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന താൽപ്പര്യം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നുവെങ്കിലും പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ് നടക്കാതായിപ്പോയത്. ഒടുവിൽ സമവായ പേരുകളിലൊന്നായിട്ടുള്ള MV ജയരാജൻ്റെ പേര് ഉയർന്നു വരികയും അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിയമിക്കുകയും ചെയ്തു. പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വന്ന വിമർശനങ്ങളും PV അൻവറുമായി ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും പോലീസ് ഭരണത്തിൽ സംഭവിച്ച പാളിച്ചകളും ഒക്കെയാണ് P ശശിയുടെ വഴിയടച്ചത് എന്ന് പറയാം. സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ തന്നെ തുടരുന്ന P ശശിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ് സംസ്ഥാന സമ്മേളനത്തിൽ നേരിട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഈ ശശിയെ സംരക്ഷിക്കുവാൻ പിണറായി അവസാന നിമിഷം വരെ ശ്രമിച്ചുവെങ്കിലും അത് തനിക്ക് തന്നെ വിനയാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതാണ്. പി ജയരാജനെ ഒഴിവാക്കി P ശശിയെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. കാരണം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സീനിയർ നേതാവായിട്ടുള്ള പി ജയരാജനെ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അദ്ദേഹത്തെ നിലനിർത്തുകയാണ് ചെയ്തത്. എതിർപ്പുകളെയും വിവാദങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് ജയരാജൻ വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് പിണറായിയും ഒപ്പം തന്നെ MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള കണ്ണൂരിൽ നിന്നുള്ള ഔദ്യോഗിക വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ് സൂചന. ഇപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ പാർട്ടിക്കുള്ളിൽ ഏറെ വിമർശനങ്ങൾ നേരിടുകയും ഒപ്പം തന്നെ പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്ത പി ജയരാജൻ പി ജയരാജനെ നിലനിർത്തുകയും പി ജയരാജനെ ഒഴിവാക്കുകയും ചെയ്തത് ഈ കണ്ണൂരിലെ പി ജയരാജ അനുകൂലികൾക്കിടയിൽ ചൂടേറിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നു
എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പി ജയരാജനെ ഉൾപ്പെടുത്താതിരുന്നതും പി ജയരാജനെ ഉൾപ്പെടുത്തിയതും വരും നാളുകളിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കണ്ണൂരിലെ CPMൽ ശക്തമായിട്ടുള്ള വിഭാഗീയതയ്ക്ക് വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPM സംസ്ഥാന നേതൃത്വത്തിൽ കണ്ണൂർ ലോബിയുടെ അപ്രമാദിത്വം എന്ന വിമർശനം തുടരുമ്പോഴും കണ്ണൂരിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവ് ആ തലത്തിലേക്ക് എത്താതെ ഇത്തവണയും ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് പരസ്യമായ രഹസ്യം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം കിട്ടാതിരുന്ന പി ജയരാജന് പ്രായപരിധി മാനദണ്ഡം അനുസരിച്ച് ഇനി ഒരവസരവും ഉണ്ടാവില്ല. സെക്രട്ടേറിയറ്റിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരുടെ എണ്ണത്തിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഉയരാറുണ്ട് എങ്കിലും ഇത്തവണയും അത് വകവയ്ക്കാതെയുള്ള ഒരു പട്ടിക തന്നെയാണ് പുറത്തു വന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം 17 അംഗ സെക്രട്ടേറിയറ്റിൽ KK ശൈലജ, MV ജയരാജൻ, CN മോഹൻ എന്നിവർ ഇടം പിടിച്ചപ്പോൾ ഇത്തവണയും പി ജയരാജന് ഇടം കിട്ടാതായിപ്പോയത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, പി ജയരാജൻ, MV ഗോവിന്ദൻ എന്നിവരെല്ലാം തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേർന്നവരാണ് എന്നുള്ളതാണ്. പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്, ഓർക്കുന്നുണ്ടാകും. പകരം MV ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരികെ കൊടുത്തതുമില്ല. പക്ഷേ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയ VN വാസവൻ്റെ കാര്യം അങ്ങനെയല്ല. VN വാസവനോടുള്ള പാർട്ടി സമീപനമെന്ന് പറയപ്പെടുന്നത് വ്യത്യസ്തമായിരുന്നു. പരാജയപ്പെട്ട വാസവൻ ജില്ലാ സെക്രട്ടറിയായി തിരികെ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ വളരെ കൃത്യമായി പി ജയരാജനെ ഒതുക്കിയതല്ലേ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടേണ്ടവരിൽ മുൻനിരയിലുള്ള ആളാണ് KK ശൈലജയെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇത്തവണ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് അല്ലെങ്കിൽ ഉൾപ്പെടുമെന്ന് കരുതിയതേയല്ല. അതേസമയം P ശശിയും MB രാജേഷും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും അതുണ്ടായതുമില്ല. അപ്പോൾ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങളടക്കം തൽക്കാലം P ശശി സെക്രട്ടേറിയറ്റിലേക്ക് വരണ്ട എന്ന തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. പി ജയരാജനും പി ജയരാജനും തമ്മിലുണ്ടായിട്ടുള്ള ഒരു വാക്പോരുകൾ, ഇതൊക്കെ കണ്ണൂരിലെ നേതാക്കൾക്കിടയിൽ ഈ വിഭാഗ്യതയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള നിരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ CPMൽ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തി എന്നുള്ള തരത്തിലുള്ള മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മനു തോമസ് നടത്തിയ ഒരു വിവാദ പ്രസ്താവന, ഒരു വിവാദ പരാമർശം, ആ വിവാദ പരാമർശത്തെ തുടർന്നുള്ള വിവാദങ്ങളും PJ ആർമിയുടെ ഇടപെടലുകളും പി ജയരാജന് തിരിച്ചടിയായിപ്പോയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണറായി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ MV ജയരാജൻ ഒരു ക്ലീൻ ഇമേജ് ഉണ്ട്. ശശിക്കും പി ജയരാജനും അതില്ല എന്നുള്ളതാണ്. MV ജയരാജൻ പാർട്ടിക്ക് വിധേയനുമാണ്. പി ജയരാജൻ നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ അത് പാർട്ടി നേതൃത്വം മറന്നില്ല എന്ന് വേണം കണക്കാക്കാൻ. അപ്പോൾ ഈ വർഷം ജനുവരിയിൽ 75 വയസ്സാകുന്നവരെയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയത്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിക്ക് ഈ വർഷം മെയ് മാസത്തിൽ 75 വയസ്സ് പൂർത്തിയാകുകയാണ്. വിവാദങ്ങളോ പ്രായപരിധിയോ പിക്ക് ബാധകമായില്ല എന്നതാണ് ഇപ്പോഴത്തെ സത്യം. ഇക്കുറിയും സംസ്ഥാന സമിതിയിൽ ഒതുങ്ങിയതോടുകൂടി CPMൻ്റെ സംസ്ഥാനത്തെ ഉന്നത നേതൃത്വത്തിലേക്കുള്ള പി ജയരാജൻ്റെ വാതിലുകൾ അടഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രായപരിധി നിബന്ധന തുടർന്നാൽ അടുത്ത സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്നും ജയരാജൻ പുറത്താക്കും. അങ്ങനെ കണ്ണൂരിലെ പാർട്ടിയുടെ അമരക്കാരൻ ആയിരുന്നിട്ടുകൂടി 3 പതിറ്റാണ്ട് മുൻപ് ഉൾപ്പെട്ട ഘടകത്തിൽ പി ജയരാജൻ്റെ സംഘടനാ ജീവിതം അവസാനിക്കാനാണ് സാധ്യത. അതിനപ്പുറം ഒന്നും കണ്ണൂരിൽ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ജയരാജനെ മാറ്റി നിർത്തിക്കൊണ്ട്, പി ജയരാജനെ മാറ്റി നിർത്തിക്കൊണ്ട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ വിഭാഗീയത വളരെ ശക്തമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചിലപ്പോൾ ഈ മൂന്നാം സർക്കാർ ഉണ്ടാക്കുന്നതിനുള്ള തത്രപ്പാടിനിടയിൽ CPM കണ്ണൂരിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ 2026 അരയും തലയും മുറക്കി അതിൻ്റെ മുന്നിലോ പിന്നിലോ ഒക്കെ പി ജയരാജൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാ സീറ്റും കണ്ണൂരിൽ നിന്ന് ജയിച്ചു കയറാമെന്നുള്ള മോഹം പിണറായിക്കും പിണറായിയുടെ CPMനും ഉണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം പി ജയരാജൻ എന്ന് പറയപ്പെടുന്ന PJ ആർമിയുടെ അണികൾ പി ജയരാജനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പി ജയരാജനെ കൂടാതെ കണ്ണൂർ രാഷ്ട്രീയം അവസാനിക്കുന്നില്ല. പി ജയരാജനെ കൂടാതെ കണ്ണൂരിൽ നിങ്ങൾക്ക് അവിടെ ചെങ്കൊടി പാറിക്കാനുമാകില്ല. അതുകൊണ്ട് ജയരാജനെ ഒതുക്കുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമായിരുന്നിരിക്കാം. പക്ഷേ ജയരാജൻ ഇല്ലാതെ കണ്ണൂരിൽ നിങ്ങൾക്ക് വിജയിക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയാണ്. പക്ഷേ അത് നടക്കില്ല. അതുകൊണ്ട് തന്നെ പി ജയരാജൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയാൽ നഷ്ടം CPMന് മാത്രമാണ്.